നമസ്കാരം, ഞാൻ സിജു. എല്ലാവർക്കും നെറ്റോസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. യുകെയിലെ ഏറ്റവും പുതിയ ചില അപ്ഡേറ്റ്സുകളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളോട് ഞാൻ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നത്. യുകെയിലെ BBC ഉൾപ്പെടെയുള്ള പ്രധാനപ്പെട്ട ന്യൂസ് പേപ്പറുകളിലെല്ലാം ഇന്ന് വന്ന ഒരു വാർത്തയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ടാണ്. കഴിഞ്ഞ 2-3 വർഷമായിട്ട് യുകെയിൽ ശക്തമായിട്ടുള്ള വിസ തട്ടിപ്പ് നടക്കുന്നുണ്ടെങ്കിലും BBC പോലുള്ള പ്രധാനപ്പെട്ട പത്രങ്ങളൊന്നും അതിനെ വലുതായിട്ട് ന്യൂസായിട്ട് ഇതുവരെ കൊടുത്തു കണ്ടില്ല. ഇപ്പോൾ BBC-യിൽ നമുക്ക് കഴിഞ്ഞ വർഷം ശ്രീ രാജഗോപാൽ തയ്യാറാക്കിയ ഒരു ഫീച്ചർ അവർ പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് രാജഗോപാൽ ഒരു നേഴ്സിംഗ് ഹോമിൽ പോയിട്ട് അവിടെ താമസിച്ചുകൊണ്ട് അവിടുത്തെ കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു, വീഡിയോ ഒക്കെ പിടിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ന്യൂസ് വന്നതല്ലാതെ മറ്റ് വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ഒരു ന്യൂസും BBC-യിൽ ഇതുവരെ വന്നിട്ടില്ലായിരുന്നു. പക്ഷേ ഇന്നലെ BBC ഈ വിസ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട ന്യൂസ് വളരെ വിപുലമായിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ബെർമിംഗ്ഹാമിലുള്ള ഒരു വ്യക്തി നടത്തിയ വിസ തട്ടിപ്പാണ് ഇപ്പോൾ ന്യൂസായിട്ട് പുറത്തു വന്നിരിക്കുന്നത്. അവർ വഴി ഏകദേശം 146ഓളം പേർക്ക് COS ലഭിച്ചെന്നും ആ 146 പേര് വിസയ്ക്ക് അപ്ലൈ ചെയ്തപ്പോൾ അതിൽ ഏകദേശം 100-നടുത്തോളം COSകൾ ഫേക്ക് COSകളായിരുന്നത് കൊണ്ട് ഹോം ഓഫീസ് ആ വിസ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്തതായിട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, വിസ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ നമ്മൾ ഫേക്ക് ഡോക്യുമെൻറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് 10 ഇയർ ബാനാണ് കിട്ടാൻ പോകുന്നത്. അപ്പോൾ മിക്കവാറും ആ 100-നടുത്തുള്ള ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്ത ആപ്ലിക്കേഷൻ എല്ലാം തന്നെ അവർക്കെല്ലാം തന്നെ 10 ഇയർ ബാൻ കിട്ടിക്കാണുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. അന്നേരം ഇതിനകത്ത് ഏറ്റവും കൂടുതൽ പെട്ടുപോയിരിക്കുന്നത് ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് ആയിട്ട് UK-യിൽ എത്തിയവരാണ്. നമുക്കറിയാമല്ലോ, UK-യിലേക്ക് ഈ കഴിഞ്ഞ 2-3 വർഷം സ്റ്റുഡൻസായിട്ട് എത്തിയ 90% ആൾക്കാരുടെയും പ്രധാനപ്പെട്ട ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ UK-യിൽ ഒരു COS ഒപ്പിച്ച് UK-യിൽ വിസ നേടി ഇവിടെ നിൽക്കുക എന്നുള്ളതാണ്. നമുക്ക് അവരെ കുറ്റം പറയാൻ സാധിക്കുകയില്ല. കാരണം സ്കിൽഡ് വർക്കർ വിസയിൽ UK-യിലേക്ക് വരുന്നത് അത്ര എളുപ്പമായ ഒരു കാര്യമല്ലാത്തത് കൊണ്ട് തന്നെ സ്റ്റുഡൻറ്റ് വിസയിൽ UK-യിലേക്ക് വരാൻ എല്ലാവരും ശ്രമിക്കും. അങ്ങനെ സ്റ്റുഡൻറ്റ് വിസയിലേക്ക് UK-യിലേക്ക് എത്തുന്നവർ പലരും ഏത് കോഴ്സാണെന്ന് പോലും അറിയാതെയാണ് UK-യിലേക്ക് വരുന്നതും. പലർക്കും അവരുടെ കോഴ്സ് കഴിഞ്ഞാൽ പോലും അവരെന്താണെന്ന് പോലും പഠിച്ചതെന്ന് പോലും അറിഞ്ഞുകൂടാത്ത കുട്ടികൾ ഒരുപാട് പേരുണ്ട്. കാരണം ഇങ്ങനെ വരുന്ന സ്റ്റുഡൻസിൽ ഒരു 90% പേരും അവർ അസൈൻമെൻറ്റ് ചെയ്യുന്നതെല്ലാം തന്നെ പുറത്ത് പൈസ കൊടുത്ത് അസൈൻമെൻറ്റ് വെച്ചാണ് വിജയിക്കുന്നത്. എല്ലാവരും ഒന്നുമല്ല പറയുന്നത്, കൂടുതൽ പേരും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ അവർക്ക് അവർ പഠിച്ച ഫീൽഡിൽ ഒരു ജോലി കിട്ടുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ളൊരു കാര്യമല്ല. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ ഈ നാട്ടിൽ നിന്ന് ഇൻ്റർനാഷണൽ സ്റ്റുഡൻ്റായിട്ട് UK-യിലേക്ക് എത്തുന്ന ഒരു വ്യക്തിയുടെ ആദ്യത്തെ ലക്ഷ്യം ഒരു ജോലി കണ്ടെത്തുക, മാക്സിമം പൈസ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവരുടെ പഠനത്തിൽ വലിയ ശ്രദ്ധ കേന്ദ്രീകരിക്കാത്തത് കൊണ്ട് തന്നെ മിക്കപ്പോഴും ഇവർ ചെന്നെത്തുന്നത് 90% ആൾക്കാരും ചെന്നെത്തുന്നത് കെയർ ഹോമുകളിലാണ്. അപ്പോൾ ആ കെയർ ഹോമിലെ ഒരു COS ഒപ്പിക്കാനുള്ള ശ്രമമായിരിക്കും അവർ നടത്തുന്നത്. പലപ്പോഴും നല്ല നല്ല കെയർ ഹോമുകളിലൊക്കെ പാർട്ട് ടൈം ജോലിക്ക് കയറിയ സ്റ്റുഡൻസിന് അവരിനി ഏത് കോഴ്സാണ് UK-യിൽ പഠിച്ചതെന്നുള്ള നോക്കാതെ തന്നെ ആ നേഴ്സിംഗ് ഹോമുകൾ അവരുടെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അവർക്ക് COS കൊടുക്കുന്നുണ്ടായിരുന്നു. നമുക്കറിയാമല്ലോ, ബൂപ്പയിലും ഫോർ സീസണിലും ഒക്കെ അങ്ങനെ ഒരുപാട് സ്റ്റുഡൻസ് ഈ കമ്പനികളിലൊക്കെ HC1-ലൊക്കെ നമ്മുടെ സ്റ്റുഡൻസിന് ഈ ഫ്രീ ആയിട്ട് ജോലി കിട്ടിയിട്ടുണ്ട്. ₹1 പോലും ഒരു ഏജൻറ്റിന് പോലും കൊടുക്കാതെ ഒത്തിരി സ്റ്റുഡൻസ് അങ്ങനെ രക്ഷപ്പെട്ടു. അവരുടെ പഠിച്ചത് കമ്പ്യൂട്ടർ സയൻസോ ബിസിനസ് അഡ്മിനിസ്ട്രേഷനോ ഒക്കെ ആണെങ്കിലും അവർക്കെല്ലാം തൽക്കാലത്തേക്കെങ്കിലും UK-യിൽ ഒന്ന് പിടിച്ചു നിൽക്കാനുള്ള രീതിയിൽ വലിയ ചിലവില്ലാതെ വിസ ഈ നല്ല കമ്പനികൾ ഫ്രീ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ഫ്രീ ആയിട്ട് വിസ കിട്ടാത്ത കുട്ടികളാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകാരായ ഏജൻറ്റുമാരുടെ മുമ്പിലേക്ക് എത്തുന്നത്. പലപ്പോഴും ഈ ഏജൻറ്റുമാർ ഇവരുടെ അടുത്ത് തേനും പാലും ഒഴുകുന്ന കാര്യങ്ങളൊക്കെ പറയും. അവർക്ക് ഇത് കിട്ടും അത് കിട്ടും എന്നൊക്കെ പറഞ്ഞാണ് ഇവരെ പറ്റിക്കുന്നത്. ഈ സ്റ്റുഡൻസ് ആണെങ്കിൽ നാട്ടിൽ നിന്ന് 10-20 ലക്ഷം രൂപ കടം മേടിച്ച് ഇവിടെ വന്നവർ എങ്ങനെയെങ്കിലും രക്ഷപ്പെടാൻ വേണ്ടി വീണ്ടും ഇവമാർക്ക് കൊണ്ട് 10-20 ലക്ഷം രൂപ കൊടുക്കും ഈ ഒരു COS ലഭിക്കുന്നതിന് വേണ്ടി. അങ്ങനെ 10-20 ലക്ഷം രൂപ കൊടുത്ത് ഈ COS മേടിച്ച് വിസയ്ക്ക് അപ്ലൈ ചെയ്ത ഏകദേശം ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന ഏകദേശം 86ഓളം സ്റ്റുഡൻസ്, അതിൽ കൂടുതലും ഇന്ത്യയിൽ നിന്ന് വന്ന സ്റ്റുഡൻസ് തന്നെയാണെന്നാണ് പറയുന്നത്. അന്നേരം ഈ പൈസ മേടിച്ച് ഈ 10 ലക്ഷം രൂപ വെച്ച് ഏകദേശം 100 കണക്കിന് കുട്ടികളുടെ നിന്ന് മേടിച്ചു, അതായത് കോടിക്കണക്കിന് രൂപയാണ് അവർ വാങ്ങിച്ചത് കുട്ടികളുടെ നിന്ന് വാങ്ങിച്ച് വളരെ കുറച്ച് പേർക്ക് മാത്രമാണ് വിസ കിട്ടിയത്. ആ പൈസ കൊണ്ട് ഈ ഏജൻറ്റും അവരുടെ സഹപ്രവർത്തകരും ഈ അടിച്ചു പൊളിച്ചുള്ള ജീവിതമാണ് നയിക്കുന്നതെന്നാണ് പറഞ്ഞത്. അതായത് അവർ ഫുള്ള് ഓഫീസിലുള്ള ഫുൾ സ്റ്റാഫ് ഉൾപ്പെടെ ദുബായിലൊക്കെ പോയി അടിച്ചു പൊളിക്കുന്ന വീഡിയോസൊക്കെയാണ് പുറത്തു വരുന്നത്. ഇവരെല്ലാം പറ്റിച്ച് നേടിയത് പാവങ്ങളായ സ്റ്റുഡൻസ് ഇവിടെ കഷ്ടപ്പെട്ടുണ്ടാക്കിയ 10 ലക്ഷവും 20 ലക്ഷം രൂപ മേടിച്ചിട്ടാണ്. ഈ 10 ലക്ഷവും 20 ലക്ഷം രൂപ മേടിക്കുന്നത് കൊള്ളാം, പക്ഷേ അവർക്കൊരു ജോലി വാങ്ങിച്ചു കൊടുക്കേണ്ടത് അവരുടെ ഒരു കടമ തന്നെയായിരുന്നു. പക്ഷേ അതവർ ചെയ്തില്ല. ഇപ്പോൾ ഈ ന്യൂസ് BBC-യിൽ വന്നതുകൊണ്ട് തന്നെ ഇനിയിപ്പോൾ UK-യിൽ ഇതൊരു ശക്തമായ സംസാര വിഷയമാകുന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ട് തന്നെ വിസ തട്ടിപ്പിലൂടെ കോടികൾ സമ്പാദിച്ച എല്ലാ ഏജൻറ്റുമാരും ഒന്ന് സൂക്ഷിച്ചിരിക്കുന്നത് നല്ലതായിരിക്കും. നിങ്ങളിനി വളരെ ജെന്യുവനായിട്ട് ചെയ്തതാണെങ്കിൽ പോലും നിങ്ങൾക്കറിയാമല്ലോ, UK-യിൽ നമുക്ക് COS-ന് പൈസ മേടിക്കുക എന്നുള്ളത് ഇല്ലീഗലാണ്. കാരണം UK-യിലെ ഒരു എംപ്ലോയർ ജോലി ഒരു സ്റ്റാഫിന് കൊടുക്കണമെങ്കിൽ അവർക്ക് ഫ്രീ ആയിട്ട് COS കൊടുക്കണമെന്ന് തന്നെയാണ്. നമുക്കറിയാമല്ലോ, ചെറിയ നേഴ്സിംഗ് ഹോമുകൾക്ക് ഒരു വർഷത്തേക്കുള്ള COS-ന് £300, അല്ലെങ്കിൽ വലിയ നേഴ്സിംഗ് ഹോം ആകുമ്പോൾ അവർക്ക് ഒരു വർഷത്തേക്കുള്ള COS-ന് £1000, ഇത്രയുമാണ് അവർക്ക് ചിലവ് വരുന്നത്. അന്നേരം അങ്ങനെയുള്ള ചിലവ് വരുന്ന സ്ഥാനത്താണ് അവർ ഈ 10,000-15,000 പൗണ്ട് ഈ പാവങ്ങളുടെ കയ്യിൽ നിന്ന് പിഴിഞ്ഞ് മേടിക്കുന്നത്.
അന്നേരം യു കെയിലുള്ള പല ഏജന്റുമാരും നിങ്ങളെല്ലാവരും ഈ ഏജന്റുമാരെ കുറിച്ച് കമൻറ്റ് ചെയ്യുക. BBC-യിൽ ഇമെയിൽ അയക്കാവുന്നതാണ്. നിങ്ങളുടെ സ്റ്റോറികൾ വെച്ചുകൊണ്ട് നിങ്ങളെ ആരാണ് പറ്റിച്ചത്, എത്ര രൂപയാണ് പറ്റിച്ചതെന്നുള്ള പ്രൂഫ് ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് അവർക്ക് റിപ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അത് സീരിയസ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടിയുള്ള ശ്രമം അവർ നടത്തുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം ഇപ്പോൾ അതൊരു ന്യൂസ് ആയിട്ടുണ്ട് യു കെയിൽ. അതുകൊണ്ട് തന്നെ ഇനി അതിനെതിരെ ശക്തമായ ആക്ഷൻ വരുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പല നഴ്സിംഗ് ഹോം ഗ്രൂപ്പിൻ്റെയും മാനേജർമാരും ഏരിയ മാനേജർമാരും പ്രത്യേകിച്ച് മലയാളികൾ ഒരുപാട് പേര് ഇതിൻ്റെ ഇടനിലക്കാരായിട്ട് നിന്ന് കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കിയിട്ടുണ്ട്. അവർക്കെല്ലാം പിടി വീഴുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പമുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ ഫേസ്ബുക്ക് കൂട്ടായ്മകളിലും ജോയിൻ ചെയ്യുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാവുന്നതാണ്. അപ്പോൾ രണ്ടാമത്തെ ഒരു അപ്ഡേറ്റ് ഇന്നത്തെ ന്യൂസ് പേപ്പറുകളിൽ വന്നിട്ടുള്ളത് യു കെയിലെ മോഷണം ക്രമാതീതമായിട്ട് കൂടുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കഴിഞ്ഞ വർഷം ഏകദേശം 1,00,000-നടുത്ത് മൊബൈൽ ഫോണുകളാണ് യു കെയിൽ മോഷണം പോയിരിക്കുന്നത്. ഈ 1,00,000 മൊബൈൽ ഫോണുകൾ മോഷണം പോയപ്പോൾ അതിൽ തിരിച്ചു കിട്ടിയത് വളരെ തുച്ഛമായ എണ്ണം മാത്രമാണ്. അന്നേരം യു കെയിൽ പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ മൊബൈൽ ഫോണുകളുടെ റിപ്പോർട്ട് ഇന്ന് പത്രത്തിൽ വന്നു എന്നുള്ളതേ ഉള്ളൂ. പക്ഷേ യു കെയിൽ പൊതുവേ മോഷണങ്ങൾ ഇപ്പോൾ കൂടുതലാണ്. കാർ മോഷണം, വീടുകളിനകത്ത് കയറി സ്വർണ്ണം മോഷണം, അങ്ങനെ ഒരുപാട് മോഷണങ്ങളാണ് ഇപ്പോൾ യു കെയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമുക്കറിയാമല്ലോ യു കെയിൽ ക്രമാതീതമായിട്ടുള്ള ആൾക്കാർ, പ്രത്യേകിച്ച് ഇല്ലീഗലായിട്ടുള്ള ഇമിഗ്രൻസ് യു കെയിൽ ക്രമാതീതമായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരെയൊക്കെ ഇങ്ങനെ മോഷണം നടത്തി പോകുന്നവരെ പിടിക്കുക എന്നുള്ളത് അത്ര ഈസി ആയിട്ടുള്ള ഒരു കാര്യമല്ല ഗവൺമെൻറ്റിന്, ഇവിടുത്തെ പോലീസിന്. അതുകൊണ്ട് തന്നെ നമ്മളുടെ സമ്പാദ്യം നമ്മൾ തന്നെ സൂക്ഷിക്കണം. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. കഴിയുന്നതും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ നമ്മുടെ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. പ്രത്യേകിച്ച് ലണ്ടൻ സൈഡിലൊക്കെ മോഷണങ്ങൾ വളരെ കൂടുതലാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമുക്ക് ഫോട്ടോകളൊക്കെ കാണാൻ സാധിക്കുന്നതാണ് കാറൊക്കെ ചെയിൻ ഉപയോഗിച്ച് ലോക്ക് ചെയ്തൊക്കെ ഇട്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നോക്കിയാൽ അറിയാം, പാലുൾപ്പെടെ ഇപ്പോൾ ടാഗ് അവർ സെറ്റ് ചെയ്തിരിക്കുകയാണ്, സെക്യൂരിറ്റി ടാഗ്. നേരത്തെ അങ്ങനെ ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ അങ്ങനെ ടാഗോ അങ്ങനെയൊന്നും വളരെ കുറവായിരുന്നു. പക്ഷേ ഇപ്പോൾ അവർ ചെറിയ ചെറിയ പ്രോഡക്ട്സിന് പോലും ടാഗുകൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. കാരണം അത്രമാത്രമാണ് യു കെയിൽ മോഷണങ്ങൾ കൂടിക്കൂടി വരുന്നത്. അതുപോലെ തന്നെ മോഷണവും അക്രമ സംഭവങ്ങളും ക്രമാതീതമായിട്ട് കൂടുകയാണ്. നമുക്കറിയാമല്ലോ, നമ്മളിപ്പോൾ ഒരു ഫോൺ മോഷണം പോയി, ഒരു സൈക്കിൾ മോഷണം പോയെന്നൊക്കെ പറഞ്ഞ് പോലീസ് സ്റ്റേഷനിൽ ചെന്നാൽ അവർ നമ്മളെ മൈൻഡ് ചെയ്യുക പോലുമില്ല. അവർ പറയുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ സൂക്ഷിക്കേണ്ടത് നിങ്ങളുടെ കടമയാണെന്നാണ്. അന്നേരം നമ്മളെല്ലാവരും വളരെ കെയർഫുൾ ആയിരിക്കുക. നമ്മളുടെ മൊബൈലിലെ ഫീച്ചേഴ്സുകളൊക്കെ സെറ്റ് ചെയ്തിട്ടിരിക്കുക. ഫൈൻഡ് മൈ ഫോൺ പോലുള്ള ഫീച്ചേഴ്സൊക്കെ സെറ്റ് ചെയ്തിരിക്കുക. നമ്മളുടെ ഫോണിൻ്റെ IMEI കോഡൊക്കെ എഴുതി വെച്ചിരിക്കുക. കാരണം നമുക്ക് ഇതൊരു കംപ്ലൈൻ്റ് ആയിട്ട് കൊടുക്കണമെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഇൻഷുറൻസ് തുക നമുക്ക് നേടിയെടുക്കണമെങ്കിൽ ആ ഡീറ്റെയിൽസ് നമുക്ക് കൊടുക്കേണ്ടി വരും. നമ്മുടെ പ്രൊവൈഡർ വിളിച്ചാൽ നമുക്ക് അറിയാൻ സാധിക്കുന്നതാണ്. പക്ഷേ അവരെ വിളിക്കുന്നതിനെക്കാട്ടി നമ്മളുടെ മൊബൈലിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മൾ എഴുതി വെച്ചിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യ സന്ദർഭങ്ങളിൽ നമുക്കത് യൂസ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ മൊബൈൽ നഷ്ടപ്പെട്ടാൽ എത്രയും പെട്ടെന്ന് തന്നെ നിങ്ങളുടെ ബാങ്കുകളെ അറിയിക്കുക. ബാങ്കുകളിൽ അറിയിച്ച് നിങ്ങളുടെ മൊബൈൽ ഫോൺ നമ്പർ മാറ്റാനുള്ള ശ്രമം നടത്തുക. അതുപോലെ തന്നെ നമ്മളുടെ ഇമെയിലൊക്കെ നമ്മുടെ മൊബൈലിൽ ഓപ്പൺ ആയിട്ടാണെങ്കിൽ നമ്മളത് ഡിസേബിൾ ചെയ്യാനുള്ള ശ്രമം പെട്ടെന്ന് തന്നെ നടത്തണം. അതുപോലെ തന്നെ വീടുകളിൽ നമ്മൾ വില കൂടിയ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് സ്വർണ്ണമൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. കഴിയുന്നതും ഇതിനൊക്കെ വേണ്ടിയുള്ള ഇൻഷുറൻസുകൾ എടുക്കാനുള്ള ശ്രമം നടത്തുക. അങ്ങനെ ഇൻഷുറൻസുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് അത് എന്തെങ്കിലുമൊക്കെ നഷ്ടപ്പെട്ടാലും അതിൻ്റെ തുകയെങ്കിലും തിരിച്ചു കിട്ടാനുള്ള ഒരു അവസരമുണ്ട്. അന്നേരം യു കെയിലെ ജീവിതം ഞാൻ എപ്പോഴും പറയുന്നത് പോലെ പഴയതുപോലെ അല്ല. ഒരു 10 വർഷം മുമ്പ് കണ്ട യു കെ അല്ല ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ ടോട്ടലി ഡിഫറൻ്റ് ആയിട്ടുള്ളൊരു യു കെ ആണ്. മൊത്തം അക്രമങ്ങളും അതുപോലെ തന്നെ മോഷണവും മറ്റ് പ്രശ്നങ്ങളും യു കെയിൽ ഇപ്പോൾ ഓരോ ദിവസം ക്രമാതീതമായിട്ട് കൂടിക്കൂടി വരികയാണ്. അതുപോലെ തന്നെ ജനസംഖ്യയും യു കെയിൽ ക്രമാതീതമായിട്ട് കൂടുന്നു. അതുകൊണ്ട് തന്നെ വീടുകളൊക്കെ കിട്ടാനില്ല. അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളാണ് ഇപ്പോൾ യു കെയിൽ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങളെല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ പ്രയോജനപ്പെടുത്താൻ ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.